നീർശാലിയൻസ് UAE സ്നേഹസംഗമം 2023 ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിൻ്റെ മുന്നോടിയായി സ്വാഗതം ആശംസിക്കാൻ റാഷിദ് സിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട നീർശാലിയൻസ്, നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഈ ഒരു നല്ലൊരു ദിവസത്തിൽ ഒത്തുകൂടി അത് നമുക്കിടയിലുണ്ടാക്കിയ സന്തോഷം ഓരോരുത്തരുടെയും മുഖങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നീർശാലിയൻസ് UAE-യെക്കുറിച്ച്, അതിൻ്റെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ നീർശാലിയൻസിനും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ പുറത്തു നിന്നുള്ള നമ്മുടെ ഗുണകാംക്ഷികളായ ആൾക്കാരുള്ളത് കൊണ്ട് നീർശാലിയൻസിനെ കുറിച്ച് രണ്ട് വാക്ക് പറയുകയാണ്. കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾക്കിടയിൽ, കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങൾക്കിടയിൽ നീർശാലിയൻസ് UAE ഓരോ നീർശാലിയൻ്റെയും സുഖത്തിലും ദുഃഖത്തിലും ഓരോ ചേർത്ത് നിർത്തലിലും ഒപ്പം തന്നെയുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഓരോ നീർശാലിയനും കാലാവസ്ഥ ചൂടിലേക്ക് കടക്കുന്ന ഈ സമയത്തും നമ്മളൊരു സംഗമം, സ്നേഹസംഗമം ഇങ്ങനെ സംഘടിപ്പിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അതിനോട് ചേർന്ന് നിന്നത്, ചൂട് സഹിച്ചുകൊണ്ട് തന്നെ ഈ പരിപാടി പൂർത്തിയാകുന്നത് വരെ ഇവിടെ ഉണ്ടാകാൻ വേണ്ടി ശ്രമിക്കുന്നതും. ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം 5 വർഷം എന്നത് അതിൻ്റെ ഒരു ശൈശവദിശയാണ്. ഈ ശൈശവദിശയിൽ നീർശാലിയൻസ് നടന്നു നീങ്ങിയത് വളരെ ഉയരത്തിലേക്കാണ് എന്ന് നമുക്ക് പറയാനാകും. നീർശാൽ പ്രദേശത്തിൻ്റെ മുക്കുമൂലകളിൽ നീർശാലിയൻസിൻ്റെ കയ്യൊപ്പ് ചാർത്താത്ത ഒരു സാമൂഹിക വികസനവും, എന്ത് ചികിത്സാ സംബന്ധമായ സഹായങ്ങളുടെ കാര്യങ്ങളിലായാലും വിവാഹ സംബന്ധമായ സഹായങ്ങളുടെ കാര്യങ്ങളിലായാലും അതിലുപരി നമ്മുടെ മഹല്ലിലെ മദ്രസ, പള്ളി മദ്രസയുടെ വികസനത്തിന് അവിടെ പഠിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിലായാലും, അതേപോലെ നമ്മുടെ കണ്ണൂർ സിറ്റിയുടെ അഭിമാനമായി വളർന്നു നിൽക്കുന്ന തഹ്ഫീദുൽ ഖുർആൻ കോളേജിലെ അവിടെ നമുക്ക് വേണ്ട അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിലായാലും, അതിലെല്ലാറ്റിലുമുപരി നമ്മുടെ നാട്ടിലെ ഏക ഗവൺമെൻറ് സ്ഥാപനമായ നീർശാൽ ഗവൺമെൻറ് UP സ്കൂളിലെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള സഹകരണങ്ങളും നീർശാലിയൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെയാണ് എല്ലാ വർഷങ്ങളിലും അതിൻ്റെ എണ്ണം കൂടുക എന്നല്ലാതെ എല്ലാ വർഷങ്ങളിലും റിലീഫ് പ്രവർത്തനങ്ങളുമായി റമദാൻ മാസത്തിൽ നീർശാലിയൻസ് മുന്നിട്ട് നിൽക്കുന്നത്. അതേപോലെ തന്നെയാണ് നാട്ടിലെ സാമൂഹിക, വിദ്യാഭ്യാസ, സാംസ്കാരിക വിഷയങ്ങളിൽ ഇടപെടുക എന്നതിനോടൊപ്പം തന്നെ നാട്ടിൽ പഠിച്ചു വരുന്ന 10ാം തരത്തിലെയും 12ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉന്നത മാർക്ക് നേടിയ കുട്ടികൾക്ക്, നീർശാലിയൻസിൻ്റെ മക്കൾക്ക് അവർക്കുള്ള ഒരു വിദ്യാഭ്യാസ പ്രോത്സാഹനം എന്ന രീതിയിൽ അവരെ ഞങ്ങൾ അഭിനന്ദിക്കുകയും ചെയ്യാറുണ്ട് എല്ലാ വർഷങ്ങളിലും. അതേപോലെ തന്നെയാണ് നമ്മളിവിടെ ഇരിക്കുന്ന ഓരോ നീർശാലിയൻസിൻ്റെയും അവർക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളിൽ സംഘടിപ്പിക്കുക എന്നതുകൂടിയാണ് ഈ സംഗമത്തിൻ്റെ ഉദ്ദേശം. നമ്മുടെ മെമ്പേഴ്സിൻ്റെ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളിവിടെ NPL പോലെയുള്ള, ബാഡ്മിൻ്റൺ പോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവർക്ക് വേണ്ടി നടത്തുന്നത്. നാട്ടിൽ സേവന സഹകരണങ്ങൾ മാത്രം നടത്തി നമ്മുടെ ഇവിടെയുള്ള മെമ്പേഴ്സിനുള്ള സന്തോഷിക്കാനുള്ള അവസരം ഞങ്ങൾ നഷ്ടപ്പെടുത്തുന്നില്ല. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മുടെ നീർശാലിയൻസിൻ്റെ എല്ലാ പ്രവർത്തകന്മാരും നീർശാലിയൻസിനെ ചേർത്ത് പിടിക്കുന്നത്. ഇത്തരുണത്തിൽ നമ്മുടെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്ക് ശക്തി എന്ന് പകരുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോരോ നീർശാലിയനുകളാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ നീർശാലിയൻസ് എന്ന സംഘടനയെ കഴിഞ്ഞ 5 വർഷക്കാലത്തോളം മുന്നോട്ട് നയിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് ആരിഫ് അബൂബക്കർ,
അതേപോലെ നമ്മുടെ കരുത്തനായ ജനറൽ സെക്രട്ടറി മഷൂഖ് അറക്കകത്ത് എന്നിവരുടെയൊക്കെ ആ നേത്രപാടവമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്നാലും ഈ നമ്മുടെ മുന്നിൽ വിശിഷ്ട വ്യക്തികൾ കൂടുതലുള്ളത് കൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മർഹൂം ഹമീദാജി സാഹിബ് അവാർഡിന് അർഹനായ, വിദ്യാഭ്യാസ പ്രവർത്തകനുള്ള അവാർഡിന് അർഹനായ നമ്മളുടെ പ്രിയപ്പെട്ട സത്താറുകൾ, അതേപോലെ നമ്മളോടൊപ്പം ഒരുപാട് കാലം ഇവിടെ പ്രവാസം ജീവിച്ച് നാട്ടിലുള്ള സാമൂഹികമായ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് യാത്ര പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹുസൈൻ ഹാജി അറക്കകത്ത് എന്നിവരുൾപ്പെടെ ഇവിടെ കൂടിയ എല്ലാവരോടും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ കമനീയ മഹനീയ വേദിയുടെ അധ്യക്ഷപീഠം അലങ്കരിക്കാൻ സുന്ദരനും ശാന്തനും സുമുഖനുമായ ആത്മാർത്ഥതയുടെ പര്യായമായ നിർച്ചാലിയൻ COE അഭിവന്യനായ പ്രസിഡന്റ് ആരിഫ് അബൂബക്കർ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എൻ്റെ സ്വന്തം നാട്ടുകാരെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അസ്സലാമു അലൈക്കും. കഴിഞ്ഞ 5 വർഷത്തെ നിർച്ചാലിയൻ COE എന്താണെന്നതിൻ്റെ പ്രയാണത്തെക്കുറിച്ച് വളരെ വിശദമായി നമ്മുടെ സെക്രട്ടറി റാഷിദ് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം ആദ്യമായി തന്നെ എല്ലാവരോടും ഒരു ക്ഷമയോദിക്കുകയാണ്. നമ്മുടെ കാലാവസ്ഥ കുറച്ച് ചൂട് കൂടുതലായതുകൊണ്ട് കുറച്ച് രാവിലത്തെ സെഷൻ കുറച്ച് കടുപ്പമേറിയതായിരുന്നു. ആദ്യമായി എല്ലാവരോടും അതിന് കമ്മിറ്റിയുടെല്ലാം ക്ഷമയോദിക്കുകയാണ്. ഒരുപാട് പരിപാടികൾ രാവിലെ 9 മണി മുതൽ തുടങ്ങിയതാണ് നമ്മൾ. ഇനിയും രാത്രി 10 മണി വരെയുള്ള ഒരുപാട് പരിപാടികൾ ഇവിടെ അരങ്ങേറാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒഫീഷ്യൽ പ്രോഗ്രാം വളരെ ശുഷ്കിച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ നിർച്ചാലിയൻ COE സംഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി റാഷിദ് പറഞ്ഞെങ്കിലും ഇത് തന്നെയാണ് നിർച്ചാലിയൻ COE എന്ന സംഘടന ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ദേശത്തുള്ള എല്ലാവരെയും, അത് പ്രായഭേദമന്യേ, നമ്മുടെ സീനിയർ മെമ്പറായ അറക്കത്ത് ഹുസൈൻ മുതൽ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന യങ് ജനറേഷൻ മെമ്പർ പോലും പരസ്പരം പരിചയപ്പെട്ട് പരസ്പരം അറിയുന്ന ഒരു വിധത്തിലേക്ക് ഒരു ബോണ്ട് പോലെ, ഒരു ചങ്ങലയിൽ കോർത്ത ഒരു ബോണ്ട് പോലെ കൊണ്ടുപോകാൻ നമ്മുടെ സംഘടനയ്ക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അടിവരയിട്ടുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരുപാട് പരിപാടികളിവിടെ ഉണ്ട്. നമ്മുടെ നിർച്ചാലിയൻ COE ഈ സ്നേഹസംഘവുമായി ബന്ധപ്പെട്ട് നിർച്ചാലിയൻ COE അവാർഡ്സ് 2023 എന്ന് പറഞ്ഞ് നമ്മളൊരു 3 പ്രധാന മേഖലകളിലുള്ള ആൾക്കാർക്ക് അവാർഡുകൾ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ നിന്നുള്ള ഒരു റെസിപ്പിയൻ്റ് നമ്മുടെ വിശിഷ്ടാതിഥി സത്താർക്ക് ഇവിടെ ഉണ്ട്. മറ്റ് 2 ആൾക്കാർ നാട്ടിലാണ്. ഇൻഷാ അല്ലാഹ് അവർക്ക് നാട്ടിൽ വെച്ച് വിതരണം ചെയ്യുന്നതായിരിക്കും. അതുപോലെ നേരത്തെ റാഷിദ് ഇവിടെ പറഞ്ഞതുപോലെ 51 കൊല്ലത്തെ ഏകദേശം 1/2 നൂറ്റാണ്ട് കാലം പ്രവാസ ജീവിതം നയിച്ച് ഇനി നാട്ടിൽ സെറ്റിൽ ചെയ്യാവുന്ന ഉദ്ദേശത്തോടെ നമ്മളെ ഇവിടുന്ന് താൽക്കാലികമായി പോകുന്ന നമ്മുടെ ഹുസൈൻ കുഞ്ഞി ഹറക്കത്ത് ഹുസൈൻ കുഞ്ഞാജിക്കുള്ള യാത്രയപ്പ് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ 1/2 നൂറ്റാണ്ട് കാലത്തെ പ്രവാസ ജീവിതം എന്ന് വെച്ചാൽ വളരെ ഇൻസ്പയറിംഗ് ആണ്. നമുക്കറിയാം, പത്തേമാര് ഒന്നുമല്ലാത്ത വിധത്തിലുള്ള ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഓഡിയോ റീൽസായിട്ട് സിറ്റിയിലെ പല ഗ്രൂപ്പുകളിലും ഹുസൈൻ കുഞ്ഞിക്ക ഹാജിക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. പത്തേമാര് സിനിമ നമ്മളോട് പറയുന്നത് വളരെ ക്ലേശകരമായ സാഹചര്യത്തിൽ നാട്ടിൽ നിന്ന് ലോഞ്ചിൽ ഇവിടെ എത്തിയതിനെക്കുറിച്ചാണെങ്കിൽ കൊച്ചുകാക്ക നമ്മളോട് പറഞ്ഞത് അതിനുശേഷം 2 വർഷമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ അതേ ലോഞ്ചിൽ തിരിച്ചുപോയി അതിൻ്റെ ക്ലേശകരമായ കാര്യങ്ങളെക്കുറിച്ചാണ് വളരെ വിശദമായിട്ടൊക്കെ, വളരെ ഓഡിയോ റീൽസ് വൈറലായിരിക്കുന്ന ആളാണ് അദ്ദേഹം. ഈ 51 വർഷം ഇവിടെ പ്രവാസ ജീവിതം വളരെ ക്ലേശകരമായ രീതിയിൽ നടക്കുമ്പോൾ തന്നെ നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെതായ ഒരു കയ്യൊപ്പ് ചാർത്താൻ പറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും തുടർന്നും നാട്ടിലെത്തിയാലും അദ്ദേഹത്തിന് ആഫിയത്തോടുള്ള ദീർഘായുസ് അള്ളാഹു കൊടുക്കട്ടെ. അതിന് നമ്മുടെ ഇതുപോലുള്ള പരിപാടികളിൽ അദ്ദേഹം സജീവമായി ഇടപെടാൻ അതിന് സാധിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളുള്ള പരിപാടികൾ ഇനി യാത്രയപ്പിന് ശേഷം നമ്മുടെ നിർച്ചാലിയൻ COE പിന്നണി പോരാളികളുണ്ട് ഒരുപാട്. ഇതുപോലുള്ള പരിപാടികളൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ നട്ടല്ലായി നിൽക്കുന്ന അവർക്കുള്ള ആദരവുണ്ട്. അതോടൊപ്പം നിർച്ചാലിയൻ COE മെമ്പർമാരുടെ UAE മെമ്പർമാരുടെ +2 SSLC പരീക്ഷയിൽ വിജയിച്ച കുട്ടികൾക്കുള്ള ആദരവുണ്ട്. അതോടൊപ്പം നമുക്കെല്ലാം അറിയാം അനീസ് താഷ്കണ്ട്, നമ്മുടെ ഇപ്പം ഇവിടെ മുട്ടിപ്പാട്ടോടുകൂടി വന്ന അനീസ് താഷ്കണ്ട്, നമ്മുടെ നിർച്ചാലിൽ നിന്ന് ചെറിയൊരു തബല മുട്ടി തുടങ്ങിയതാണ്. ഇപ്പം UAE മൊത്തം അറിയപ്പെടുന്ന ഒരു കലാകാരനായി മാറി. അദ്ദേഹത്തിനുള്ള ഒരു ആദരവും ഇൻഷാ അല്ലാഹ് ഇവിടെ ഉണ്ടാവും. അതോടൊപ്പം ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് ബാക്കിയുണ്ട്. കോൽക്കളിയുണ്ട്, ഓൺലൈൻ ക്യൂസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മഗ്‌രിബിന് ശേഷമായിരിക്കും നമ്മുടെ മറ്റുള്ള എല്ലാ പരിപാടികളും നടക്കുക. ഇത്രയാണ് എനിക്ക് എൻ്റെ അധ്യക്ഷത പ്രസംഗത്തിൽ പറയാനുള്ളത്. മറ്റുള്ള പ്രോഗ്രാംസൊക്കെ ഓൾറെഡി പറഞ്ഞല്ലോ, റാഷിദ് പറഞ്ഞു കഴിഞ്ഞു.
നമ്മുടെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന നമ്മൾ ക്ഷണം സ്വീകരിച്ചിരുന്ന ഒരുപാട് അതിഥികളുണ്ട്. നമ്മുടെ ദേശത്തെ പല സംഘടനകളും പ്രമുഖ വ്യക്തിത്വങ്ങൾ, എല്ലാവർക്കും നമ്മുടെ നന്ദി അറിയിക്കുകയാണ് ഇവിടെ എത്തി. അതുപോലെ മറ്റ് GC സ്റ്റേറ്റുകളിൽ നിന്ന്, കുവൈത്തിൽ നിന്ന് നമ്മുടെ നാട്ടുകാരായ 3 പേര് ഇവിടെ വന്നിട്ടുണ്ട്. കൊടിയിൽ നിസാർ, ഉത്താർ താരിഫ്, കൊടിയിൽ നൗഷാദ് വ്യാപ്പള, അവരെല്ലാവർക്കും നമ്മളോട് സംഘടനയോടുള്ള നന്ദി ഇവിടെ ഞാൻ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നീർച്ചാൽ എന്ന കൊച്ചു പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി മാറ്റിവെച്ച പാച്ചു എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന മഹ്ഷൂ കറക്കകത്ത് ഈ ജനറൽ സെക്രട്ടറി നീർച്ചാലിയൻസ് UAE അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു മുഖ്യപ്രഭാഷണത്തിനും പരിപാടിയുടെ ഷെഡ്യൂൾ വിശദീകരിക്കുന്നതിനും. എൻ്റെ പ്രസംഗത്തിൽ മറന്നുപോയൊരു കാര്യമാണ്, ഏതൊരു സംഘടനക്കും ഒരു നട്ടെല്ലുണ്ടാവും. ആ നട്ടെല്ല് അത് സെക്രട്ടറി ആണോ പ്രസിഡന്റ് ആണോ വൈസ് പ്രസിഡന്റ് ആണോ എന്നല്ലല്ലോ, ആ ഒരു നട്ടെല്ല് അത് ആരാണെന്ന് ചോദിച്ചാൽ പേര് പറയേണ്ട ആവശ്യമില്ല. അതാണ് നമ്മുടെ മഹ്ഷൂ കറക്കത്ത്. ഇൻഷാ അല്ലാഹ് ഇന്ന് മറ്റ് ആദരങ്ങളോടൊപ്പം ഒരു സർപ്രൈസ് ആയിട്ട് നമ്മുടെ പാച്ചുവിനുള്ള ഒരു ആദരവ് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വേദിയുടെയും നമ്മുടെ സംഘടനയുടെയും നായകൻ ആരിഫ് അബൂബക്കർ, ഇന്ന് സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഈ സദസ്സിനെ ധന്യമാക്കുന്ന പ്രിയങ്കരനായ സത്തർക്ക, കണ്ണൂർ സിറ്റിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഒരുപാട് ദിവസങ്ങളായി ഇതിനു പിന്നിൽ ഊണും ഉറക്കവുമില്ലാതെ കഷ്ടപ്പെടുന്ന എൻ്റെ മിടുക്കന്മാരായ ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗങ്ങളെ, അതോടൊപ്പം ലേഡീസ് വിങ്ങിലെ ലേഡീസ് കോർഡിനേറ്റർമാരെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കുട്ടികളെ, എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. ഒരു സംഘാടകരുടെ സന്തോഷത്തോടു കൂടിയും പുഞ്ചിരിയോടുകൂടിയുമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കമ്മിറ്റിക്ക് വേണ്ടി നിൽക്കുന്നത്. നമ്മളൊക്കെ ഒരു നാട്ടുകാരാണ്, കൂട്ടുകാരാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ ഒരുപാട് കുറവുകളുണ്ടായിട്ടുണ്ട്. പക്ഷേ കല്യാണ വീട്ടിൽ ആ ചൂടത്ത് ബിരിയാണി സപ്ലൈ ചെയ്ത് പുതിയാപ്പിളിനെ കൂട്ടി അങ്ങനെ ചൂടത്തും വെയിലത്തും തിമിർത്താടുന്ന നീർച്ചാലിയൻസിന് ഈ കുറവുകളൊന്നും കുറവല്ല, ഒന്നും കൂടുതലുമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിയമുള്ളവരെ, ഒരു സംഘടനയുടെ സംഗമം എന്നതിലുപരി പ്രിയപ്പെട്ട നാട്ടുകാരോടൊപ്പം അസുലഭ മുഹൂർത്തം പങ്കിടുന്ന, ചിരിക്കുന്ന, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന, സല്ലപിക്കുന്ന ഒരു നിമിഷമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നമ്മൾ ഒരു കുടക്കീയിൽ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാറുണ്ട്. നമ്മൾ ഇന്നൊരു വലിയ കുടക്കീയിൽ നമ്മുടെ നീർച്ചാലുകാരെ മൊത്തം ഇവിടെ UAE-യിലുള്ള നീർച്ചാലുകാരെ എത്തിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണെന്ന് കരുതി ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കുട്ടിക്കാലം വളരെ സുന്ദരമായിരുന്നു, ഓർമ്മകളുടെ പൂക്കാലമായിരുന്നു. കുഞ്ഞുനാളിലെ കുഞ്ഞു ഓർമ്മകൾ ഇതിലൂടെ യാത്ര ചെയ്യും പോലെ തോന്നിപ്പോയി. നമ്മുടെ ബാല്യത്തെക്കുറിച്ച് സംസാരിക്കാത്ത ഒരു സുഹൃത്തുക്കളും ഇവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പട്ടം പറത്തിയവർ, മഞ്ചാരിക്കുരു പറക്കിയവർ, മാങ്ങയ്ക്ക് കല്ലെറിയുന്നവർ, മീൻ പിടിക്കാനും പാടത്തും പറമ്പിലും കളിച്ച് തിമിർത്തവർ, മണ്ണപ്പം ചുട്ട് കണ്ണുപൊത്തി കളിക്കുമ്പോൾ കണ്ണടച്ചാൽ മറ്റാരും കാണില്ല എന്ന് വിശ്വസിച്ച ചെറുപ്പകാലഘട്ടം, അതൊക്കെ ഇന്ന് ഇവിടെ ബാല്യങ്ങൾ. നമ്മളൊരു റിട്ടേൺ ടിക്കറ്റ് ആഗ്രഹിക്കുന്നതെങ്കിൽ ജീവിതത്തിൽ അത് ബാല്യത്തിലേക്കായിരിക്കുമെന്ന് നമുക്കറിയാം. അന്ന് നമുക്ക് യാതൊരുവിധ ഉത്തരവാദിത്വമില്ല. അങ്ങനെ കളിച്ചുല്ലസിച്ച് ചിരിക്കാൻ മാത്രം അറിയുന്ന നമ്മൾ അവസാനം, ആ കഥയുടെ അവസാനം, വിമാനം കയറി ആകാശം മുട്ടിയ ആഗ്രഹങ്ങളുമായി നമ്മൾ ഇവിടെ പ്രവാസ മണ്ണിലേക്ക് എത്തി. അപ്പോൾ നാട്ടുകാർ നമ്മളെ ഗൾഫുകാരൻ എന്ന് വിളിച്ചു, പ്രവാസി എന്ന് വിളിച്ചു. പ്രിയമുള്ളവരെ, അരികെ ഉണ്ടായിരുന്നതിനെ അകലെ വന്ന് പ്രണയിക്കുവാനും സ്നേഹിക്കുവാനും നമ്മെ പറഞ്ഞയക്കുന്നതാണ് പ്രവാസം. നമുക്കറിയാം, മഴക്കാലവും മാമ്പഴക്കാലവും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ വളരെ വിഷമത്തോടു കൂടി റൂമിൽ കഴിയുന്നതാണ് പ്രവാസികൾ. നാട്ടിൽ പോകാനും നാട്ടുകാരോടൊപ്പം കൂടാനും ഒരു നാട്ടുകാരനായി സ്ഥിരം ജീവിക്കാനും എപ്പോൾ ആഗ്രഹിക്കുന്ന ഓരോ പ്രവാസികളാണ് നാം. പക്ഷേ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ, കടപ്പാടുകൾ, നമ്മുടെ നാട്ടിൽ പോകാറുണ്ട്. തിരിച്ചു വരുമ്പോൾ നിര കണ്ണുകളോടെ ഭാര്യയ്ക്ക് സലാം ചൊല്ലി ഉമ്മയുടെ മുത്തം വാങ്ങി കുട്ടികളെ താലോലിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ കലങ്ങിയ കണ്ണുകളുമായി നാം നടക്കുന്നതിന് കാരണം നമുക്കൊരുപാട് ബാധ്യതകളും മോഹങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള
ഈ പ്രവാസം എന്ന പ്രയാസത്തിൻ്റെ ഇടയിലും ഇങ്ങനെയൊരു സംഘടനയുടെ അംഗങ്ങളായി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ജീന് നീർച്ചാലിൻ്റെതാണ് എന്നുള്ളതാണ്. കാരണം നമ്മുടെ പൂർവികന്മാർ നമുക്ക് വഴികാട്ടി തന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, എൻ്റെ കടപ്പാടിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഇന്ന് ഈ വർണ്ണോജ്വലമായ സ്നേഹസംഗമത്തിൽ നമ്മളൊരു അഭിമാന മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മൾ 3 അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട നാട്ടിലെ പൂർവ്വസൂരികൾ, നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന നമ്മുടെ അനുഗ്രഹങ്ങൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ ഈ ഐക്യം അത് കെട്ടിപ്പടുക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി അധ്വാനിച്ച ഒരുപാട് നേതാക്കന്മാരുണ്ട്. നമ്മുടെ ഓടൻ അച്ചിക്കാക്ക, പോക്കൂക്ക, KVK, അമിതാജി സാഹിബ്, BP ഉമർക്ക, മൊയ്തീനിക്ക തുടങ്ങി ഒരുപാട് ആൾക്കാർ. അവരെ ഒന്നും വിസ്മരിച്ചു കൊണ്ടൊരു ചരിത്രം നീർച്ചാലിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് നീർച്ചാലിയൻസിൻ്റെ ഒരു തീരുമാനമാണ് അവരെയൊക്കെ അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ സമയങ്ങളിലൊക്കെ നമുക്ക് വേണ്ടി അധികം അടയാളപ്പെടുത്തുന്നവർ. പ്രദേശത്തിൻ്റെ ഒരു വളർച്ച അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു അണയാൻ പോകുന്ന തീയെ ഊതി കത്തിക്കുന്ന ഒരു നല്ലൊരു സൽപ്രവർത്തനമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ക്ലാപ്പ് കൊടുക്കാൻ തർക്കാൻ വേണ്ടി അതൊരു വലിയൊരു ഇതാണ്. ഇനിയും കൂടുതൽ നന്മയുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും. നീർച്ചാലിൻ്റെ വൈജ്ഞാനിക നഭോമണ്ഡലങ്ങളിൽ തുല്യതയില്ലാത്ത സംഭാവനകൾ അർപ്പിച്ച P. അബ്ദുൽ ഹമീദ് ഹാജി സാഹിബ് മെമ്മോറിയൽ അവാർഡ് ഏറ്റുവാങ്ങാൻ വേണ്ടി ബഹുമാന്യനായ KP അബ്ദുൽ സത്താർ സാഹിബിനെ ആദരവോടെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നൽകുന്നത് ജനറൽ സെക്രട്ടറി മാഷു കറക്കകത്ത്, ആരിഫ് അബൂബക്കർ സാഹിബ്, നിജാസ് ഹിജാസ് ആൻഡ് ഫാമിലി. നീർച്ചാലിയൻസ് UAE മുഴുവൻ ഭാരവാഹികളെയും അകമ്പടി സ്വീകരിക്കാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നീർച്ചാലിയൻസ് UAE മുഴുവൻ ഭാരവാഹികളെയും അകമ്പടിയോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട KP അബ്ദുൽ സത്താർ സാഹിബിനെ ആദരവോടെ ക്ഷണിക്കുന്നു. പൊന്നാട അണിയിക്കുന്നത് നീർച്ചാലിയൻസ് UAE ജനറൽ സെക്രട്ടറി മാഷു കറക്കകത്ത്. ഏറ്റുവാങ്ങുന്നത് ബഹുമാന്യനായ KP അബ്ദുൽ സത്താർ സാഹിബ്. പൊന്നാട അണിയിക്കുന്നത് മാഷു കറക്കകത്ത്. മൊമെൻറ്റോ നൽകാൻ വേണ്ടി നീർച്ചാലിയൻസ് UAE അഭിവന്യനായ പ്രസിഡന്റ് ആരിഫ് അബൂബക്കർ സാഹിബിനെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട KP അബ്ദുൽ സത്താർ സാഹിബിനെയും ക്ഷണിക്കുന്നു. ഗിഫ്റ്റ് ഉപഹാരങ്ങൾ നൽകാൻ വേണ്ടി നിജാസ് ഹിജാസ് ഫിനാൻസ് എന്നിവരെ ആദരവോടെ ക്ഷണിക്കുന്നു. P. അബ്ദുൽ ഹമീദ് ഹാജി സാഹിബ് മെമ്മോറിയൽ അവാർഡിൻ്റെ ഗിഫ്റ്റ് നൽകുന്നത് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളായ നിജാസ് ഹിജാസ് ആൻഡ് ഫിനാൻസ്. അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നത് ബഹുമാന്യനായ KP അബ്ദുൽ സത്താർ സാഹിബ്. ജനാബ് P. അബ്ദുൽ ഹമീദ് ഹാജി സാഹിബ് മെമ്മോറിയൽ അവാർഡ് സ്വീകരിച്ച KP അബ്ദുൽ സത്താർ സാഹിബ് ചുരുങ്ങിയ വാക്കുകൾ നമ്മോട് സംവദിക്കുന്നു. അതിനുവേണ്ടി ബഹുമാന്യനായ അബ്ദുൽ സത്താർ സാഹിബിനെ 2 വാക്കുകൾ സംസാരിക്കാൻ വേണ്ടി വിനീതമായി ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതും ബഹുമാനപ്പെട്ട അബ്ദുൽ സത്താർ സാഹിബാണ്. ഈ മഹത്തായ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട നീർച്ചാലിയൻസിൻ്റെ അഭിവന്യനായ നേതാക്കളെ, മെമ്പർമാരെ, അംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, കൂട്ടത്തിലുള്ള ബന്ധുമിത്രാദികളെ അവരും കൂടി ഉൾപ്പെടുന്ന ഒരു സദസ്സായതുകൊണ്ട് എല്ലാവരോടും അതിയായ സന്തോഷവും നന്ദിയും അറിയിക്കട്ടെ. എന്നെ ഇന്നിവിടെ ഇങ്ങനെ ഒരു ഉദ്ഘാടകനായി തിരഞ്ഞെടുക്കപ്പെട്ട അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചു തന്ന എന്നിവിടെ വരുത്തിക്കാൻ വേണ്ടിയിട്ട് ജീവിതയാത്രയിൽ എല്ലാവിധ സംരക്ഷണവും നൽകിയ സർവശക്തനായ അള്ളാഹുവിനെ ആദ്യമായി സ്തുതി പറയട്ടെ. രണ്ടാമത് ജന്മം നൽകി പോറ്റി വളർത്തി ഇവിടം വരെ എത്തിക്കുവാനും വേണ്ടി ഇന്നെന്നോടൊപ്പം ജീവിച്ചിരിപ്പില്ലാത്ത എൻ്റെ മാതാപിതാക്കളെയും ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കട്ടെ. കൂട്ടായ്മ കൊണ്ടുണ്ടാകുന്ന ഗുണം
ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ KCPK എന്ന് പറഞ്ഞ സമയത്ത് കൂടായ്മയും കൂടി ഒരു മീറ്റിങ്ങിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം തൊട്ടടുത്തിരിക്കുന്ന ഒരാളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാടെവിടെ വീടെവിടെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ തൊട്ട വീട്ടിൻ്റെ ബാക്കിൽ താമസിക്കുന്ന അർഷാദായിരുന്നു. അതാണ് കൂട്ടായ്മ കൊണ്ടുണ്ടായ ഗുണം. തൊട്ട വീട്ടിൻ്റെ ബാക്കിൽ താമസിക്കുന്ന അർഷാദിനെ പോലും അറിയപ്പെട്ടിട്ടുണ്ടായത് കൂട്ടായ്മയിലെ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. അപ്പോൾ കൂട്ടായ്മ കൊണ്ട് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ എത്രയോ അപ്പുറത്താണ് നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബന്ധവും നമുക്കുണ്ടാക്കിയെടുക്കാവുന്ന മറ്റെല്ലാ കാര്യങ്ങളും. അടുത്തത് ചാരിറ്റി പ്രവർത്തനം. പറഞ്ഞതൊക്കെ കേട്ട് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ഭുതം ഇത് എന്നെക്കുറിച്ച് തന്നെയാണോ പറയുന്നതെന്നുള്ള കാര്യത്തിൽ. കാലം ചെറുപ്പം മുതലേ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തും കൊണ്ടേ പോകുന്ന ഒരാളാണ് ഞാൻ. ഉമ്മാമയിൽ നിന്നും ഉമ്മയിൽ നിന്നുമാണ് അതിനുള്ള പ്രചോദനം ഉണ്ടായിട്ടുണ്ടായത്. ചെറുപ്പം മുതൽ കാണും വീട്ടിൽ ആര് വന്ന് എന്ത് പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാലും അപ്പോൾ ഉമ്മാമയും ഉമ്മയും ഇത് പരിഹരിച്ചിട്ട് മാത്രമേ അവരെ പറഞ്ഞേക്കാറുള്ളൂ. അതിൻ്റെ ഒരു താഴ്വയ്യായിട്ട് ഞാനും എൻ്റെ കൂടെയുള്ള എൻ്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഇപ്പോഴും അത് തുടർന്ന് പോകുന്നുണ്ട്. ഒരിക്കലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലേക്കോ പബ്ലിസിറ്റിക്കോ ഒരു ലെവലേഷൻ പോലും ആഗ്രഹിച്ചിട്ടോ ആയിരുന്നില്ല. പക്ഷെ കാലം മാറി പ്രവർത്തനം അതൊരു പബ്ലിക് സ്കൂളിലേക്ക് എത്തിച്ചെന്നപ്പോൾ പിന്നെ അതവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അറിയിക്കാതെയും അറിയാതെയും പിടിച്ചു നിൽക്കാൻ പിന്നെ പറ്റിയില്ല. കാരണം സോഷ്യൽ മീഡിയേൻ്റെതും പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യങ്ങളും ആയതുകൊണ്ട് എങ്ങനെ ആയിക്കഴിഞ്ഞാലും അറിയിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെയാണ് അറിഞ്ഞതും ഈ അവാർഡിലേക്കൊക്കെ എത്തിയതും. അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് അമിതാജ് ഖാൻ്റെ പേരിലുള്ള അവാർഡായത് കാരണം. കണ്ണൂർ സിറ്റി പ്രദേശത്ത് അമിതാജ് ഖാനെ കവിച്ചു വെക്കേണ്ട ഒരാൾ എൻ്റെ ആ കാലഘട്ടത്തിലൊന്നും ഉണ്ടായതായിട്ട് തോന്നിയിട്ടുണ്ടായിട്ടില്ല. ഇന്ന് മലപ്പുറത്തെ പാണക്കാട് കുടുംബത്തെക്കുറിച്ച് അവസാന വാക്ക് പറയുന്നത് പോലെ കണ്ണൂർ സിറ്റി പ്രദേശത്തിൻ്റെ അവസാന വാക്കായിരുന്നു അമിതാജ് ഖാൻ്റെത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനൊരു അവാർഡ് ആദ്യമായി എനിക്ക് സ്വീകരിക്കാൻ പറ്റിയതിൽ അതിയായ സന്തോഷവും നന്ദിയും ഇതിൻ്റെ ഭാരവാഹികളോട് രേഖപ്പെടുത്തുന്നു. മറ്റൊന്ന് ചാരിറ്റി പ്രവർത്തനങ്ങൾ പല വഴിക്കും ചെയ്യുകയാണെങ്കിലും എത്ര ചെറുതായാലും വലുതായാലും എങ്ങനെ ചെയ്യുകയാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ കാര്യം ഈ പറഞ്ഞ സ്കൂളോ പള്ളിയോ കാണുന്നില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ദുബായിൽ നിന്ന് നാദിർഷി ഭാഗത്തേക്ക് എല്ലാ ദിവസവും എനിക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് വണ്ടി ഓടിച്ച് പോകേണ്ട ഒരു സാഹചര്യം വരുമായിരുന്നു. ആ വഴിയിലെ റോഡ് വക്കത്ത് ഒരു പാകിസ്ഥാനി റോഡ് ട്രക്കിൽ നിന്ന് പോകുന്ന മണൽ റോഡിലേക്ക് പോകുമ്പം അത് അടിച്ച് വൃത്തിയാക്കുന്ന ഒരു പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാകിസ്ഥാനി ഉണ്ടായിരുന്നു. എൻ്റെ വണ്ടിയിൽ ഞാൻ കഴിക്കാൻ വേണ്ടി കരുതി വെച്ച ഒരു കപ്പ് ജ്യൂസും ഒരു കേക്ക് പീസും ഇദ്ദേഹത്തിന് ഞാൻ കൊടുത്ത് ഞാൻ വണ്ടി തിരിച്ച് പോകുന്ന സമയത്ത് പക്ഷേ എന്തോ ഒരു അദ്ദേഹത്തിൻ്റെ മുഖത്ത് എന്തോ ഒരു സംഭവമായി ഈ അവാർഡിനെക്കാട്ടിയും ഭയങ്കര സംഭവം കിട്ടിയതുപോലൊരു ഫീല് തോന്നി. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളും ഞാനിത് പോകുമ്പോൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. ഇദ്ദേഹം എൻ്റെ വണ്ടിയും കാത്തു നിൽക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ ആ വഴിക്ക് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ മാതൃ സഹോദരി പുത്രനെ ഇത് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അദ്ദേഹവും ഈ കർമ്മം നിറവേറ്റി. ദിവസങ്ങളോളം കഴിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ വണ്ടി നിർത്തി കുറച്ച് സമയത്ത് ഈ മനുഷ്യനോട് ചോദിച്ച് കുറേ കാലമില്ല നമ്മളിങ്ങനെ കേക്കും ജ്യൂസും തമ്മിലുള്ള ഇടപാട് നടത്തുന്നത്, ഒന്ന് പരിചയപ്പെട്ടാലോ? ആ പരിചയപ്പെട്ടപ്പം പാകിസ്ഥാനിയാണ്. രാവിലെ 5 മണിക്ക് ക്യാമ്പിൽ നിന്ന് എണീക്കും, 6 മണിയാകുമ്പം ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ട് ബസ്സിൽ കയറിയിട്ട് സൈറ്റിലേക്ക് വരും. വൈകുന്നേരം 5 മണി വരെ അവിടെ ജോലി ചെയ്യും. 5 മണിക്ക് ബസ്സിൽ കയറി തിരിച്ച് ക്യാമ്പിൽ പോയിട്ട് അവിടെ വെച്ചിട്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കും. അയാൾ ആ ഏരിയയിൽ ജോലി ചെയ്ത കാലം മുഴുവനും 12 മണിക്കൂർ അയാൾക്ക് നോമ്പായിരുന്നു. ശരിക്കും നോമ്പിൻ്റെ പ്രതിനിധിയായിരുന്നു. അങ്ങനെ ഒരാൾക്കാണ് ഉച്ചസമയത്ത് ഞാനൊരു കേക്ക് പീസും ഒരു ജ്യൂസും കൊടുത്തത്. ഞാൻ ഈ ചെയ്ത ചാരിറ്റിയിൽ എന്നെ ധന്യത ആക്കിയ ഏറ്റവും വലിയൊരു ചാരിറ്റി അതായിരുന്നു. ഇന്നും എന്നും എന്നും ആ വഴിക്ക് പോകുമ്പം ആ പാകിസ്ഥാനിയുടെ മുഖവും ആ ധന്യത എന്നെ ഒരു പക്ഷേ കൊടും തണുപ്പിൽ പോലും കമ്പിളിയില്ലാതെ എന്നെ കിടന്ന് ഉറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉറക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ചില ചാരിറ്റികൾ അങ്ങനെ സമയം ആരെയും ഒന്നും അറിയിക്കാൻ വേണ്ടിയിട്ടില്ല. ശരിക്കും അർഹതപ്പെട്ട ഒരാൾക്ക് ഞാനിപ്പോഴും ആലോചിക്കും, അയാളുടെ നാട്ടിലെ കുടുംബവും കുട്ടികളെയും വളർത്താൻ വേണ്ടിയിട്ട് റോഡിൽ ഏകദേശം ഒരു 40 ഡിഗ്രി സെൻറ്റിൽ റോഡടിച്ച് വരുന്ന ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം 7 മണി വരെ 5 മണി വരെ കുടിവെള്ളം കിട്ടാത്ത ഒരു സൈറ്റ് ഏരിയ ആയിരുന്നു. ഒരു കടയോ സംഭവങ്ങളൊന്നുമില്ല. അപ്പം എന്തായിരിക്കും അയാൾക്ക് ഞാൻ കൊടുത്ത ആ കേക്കും ജ്യൂസും? ഈ സ്കൂളോ ഈ പള്ളിയോ ഈ കാര്യങ്ങളോ ഒന്നും അതിൻ്റെ 7 അയൽവക്കത്ത് പോലും എത്തൂലായിരുന്നു. എനിക്ക് കിട്ടിയ മനസ്സമാധാനം പോലും സന്തോഷം പോലും ഞാൻ ചെയ്ത ഒരു പുണ്യപ്രവൃത്തി അതിൻ്റെ അപ്പുറം മറ്റൊന്നും എനിക്കില്ല. ഏതോ ഒരു രാജ്യത്ത് ഏതോ ഒരു വ്യക്തി പക്ഷേ ചെയ്തു വന്ന് നോക്കുമ്പം അത് മഹാപുണ്യപ്രവൃത്തിയായിട്ട് എനിക്ക് സ്വന്തം അനുഭവപ്പെട്ടു. ആരെയും ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല, സാന്ദർഭികമായിട്ട് ഞാൻ പറയുന്നതാണ്. പൊതുകാര്യങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമുക്കത് ഹൈഡ് ചെയ്യാനോ ഇതാക്കാനോ പറ്റൂല. പക്ഷേ ചില സംഭവങ്ങൾ ഇതേപോലെ ആൾക്കാർ അറിഞ്ഞിരിക്കണം. ഞാൻ അടുത്തൊരു പ്രൊജക്റ്റിലേക്ക് കടന്നിട്ടുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ
മാതാപിതാക്കൾ മരിച്ചപ്പം കബറടക്കിയത് തയ്യിലപ്പള്ളി ഖബർസ്ഥാനിൽ, ജ്യേഷ്ഠൻ മരിച്ചപ്പം കബറടക്കിയത് തയ്യിലപ്പള്ളി ഖബർസ്ഥാനിൽ. ഒരു പക്ഷേ നാളെ ഞാനും അവിടെ ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്തു കൊടുക്കണമെന്നുള്ളൊരു ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടായിരുന്നു. കമ്മിറ്റി ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം എന്നെ വന്ന് കണ്ട് സംസാരിച്ചിരുന്നു. കഴിഞ്ഞ തവണ നാട്ടിലുള്ള സമയത്ത് അവർക്ക് അവിടെയുള്ള കുറവ് എന്ന് പറഞ്ഞാൽ മദ്രസ കെട്ടിടം ഒരു നിലയും കൂടി ഉയർത്തി കെട്ടണം എന്നാണ്. മറ്റൊന്ന് അവർ പറഞ്ഞൊരാവശ്യം, തലശ്ശേരി കണ്ണൂർ റോഡ് ബ്ലോക്കായി വരുമ്പം ഒട്ടുമിക്ക വാഹനങ്ങളും ആ വഴി ഡൈവേർട്ട് ചെയ്ത് പോകുമ്പോൾ മകരവിൽ സമയത്തൊക്കെ കണ്ടമാന ഫാമിലി അവിടെ വണ്ടി നിർത്തിയിട്ട് നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അടുത്തൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം. നോമ്പിന് മുമ്പേ കംപ്ലീറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള ഒരു കൊച്ചു പള്ളി ഇപ്പോൾ ഉള്ള മദ്രസൻ്റെ മേലെ ഒരു നിലയും കൂടി കെട്ടിപ്പൊക്കുവാൻ വേണ്ടിയിട്ട് പ്രവൃത്തി കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നോമ്പിന് മുമ്പ് ഉദ്ഘാടനം ചെയ്ത് കിട്ടാൻ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം. ബജറ്റ് പ്രശ്നമല്ല, ബജറ്റ് അത് നീക്കിയിരിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മിക്കവാറും നോമ്പിന് മുമ്പേ ശരിയായി വരും എന്ന് വിചാരിക്കുന്നു. ഇന്ന് ലഭിക്കുന്ന ഈ അവാർഡ് എൻ്റെ കൂടപ്പുറപ്പുകളായ എൻ്റെ സഹോദരന്മാർ എന്നിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. ഒന്ന് മൂത്ത മജീക്കാക്ക, രണ്ടാമത്തത് അസനാജി. അസനാജി നിസാൽ സ്കൂളിൻ്റെ ഈ പ്രവർത്തനത്തിൽ എന്നോടൊപ്പം ഭാഗവാക്കായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഞാൻ സമർപ്പിക്കുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ച് അവർക്ക് രണ്ടുപേർക്കും ഞാൻ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. കൂടുതലായി ഒന്നും പറഞ്ഞ് മഗ്‌രിബ് അങ്ങനെ സമയം കുറേ നീട്ടിപ്പിടിക്കുന്നില്ല. ഇന്നത്തെ ഈ സംഗമം, ഈ കൂട്ടായ്മ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെയും അനുഗ്രഹത്തോടും കൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പി അബ്ദുൽ ഹമീദ് ഹാജി സാഹിബ് മെമ്മോറിയൽ അവാർഡ് സ്വീകരിച്ച ലളിതമായ വാക്കുകളോടെ നമ്മുടെ മനോഅന്തരാളങ്ങളിലേക്ക് ചേക്കേറിയ KP അബ്ദുൽ സത്താർ സാഹിബിനെ കമ്മിറ്റിയുടെ ഹൃദ്യമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഹുസൈൻ അറക്കകത്ത് സാഹിബ് നമ്മുടെ പ്രസിഡന്റ് ഓൾറെഡി വിവരിച്ചു കഴിഞ്ഞു. അനുഭവത്തിലൂടെ ഒരു കഥയെഴുതിയ മഹാനായ ഒരു ചരിത്രകാരൻ. ഇന്നിൻ്റെ തലമുറക്കും നാളെയുടെ തലമുറക്കും അനുഭവങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു മഹാമനുഷ്യൻ ഹുസൈൻ അറക്കകത്ത് സാഹിബിനെ യാത്ര അയപ്പിന് വേണ്ടി പ്രസിഡന്റ് മുനീർ ഐക്കോടിച്ചി സാഹിബിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഓർഗനൈസിംഗ് സെക്രട്ടറി റാഷിദ് സിയാണ് മൊമെൻ്റോ നൽകുന്നത്. അതിനുവേണ്ടി അദ്ദേഹത്തെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മൊമെൻ്റോ നൽകാൻ വേണ്ടി റാഷിദ് സിയെ ക്ഷണിക്കുന്നു. നിസ്കാരത്തിൻ്റെ ബ്രേക്കിന് തൊട്ട് മുന്നോടിയായി നീർച്ചാലിയൻസ് UAE ജനറൽ സെക്രട്ടറി മഷൂഖ് അറക്കകത്തിനുള്ള സ്പെഷ്യൽ അപ്രീസിയേഷൻ അവാർഡ് നൽകുന്നത് ബഹുമാനപ്പെട്ട KP അബ്ദുൽ സത്താർ സാഹിബ് നൽകാൻ വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നത് നീർച്ചാലിൻ്റെ എല്ലാമായ പാച്ചു, അദ്ദേഹത്തെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മറ്റൊരു സ്പെഷ്യൽ അപ്രീസിയേഷൻ അവാർഡ് ജേതാവായിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് അനീസ് താഷ്കൻ. സംഗീതത്തിലൂടെ നീർച്ചാലിൻ്റെ യശസ് വാനോളമുയർത്തിയ മറ്റൊരു ഇതിഹാസം. എല്ലാ കലാകാരന്മാരും ഒത്തുചേർന്ന ഒരു അനുഗ്രഹീത നാടായി നീർച്ചാലിനെ മാറ്റുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച അനീസ് താഷ്കണ്ടിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. പൊന്നാട അണിയിക്കുന്നത് ആരിഫ് പട്ടേൽ, മൊമെൻ്റോ നൽകുന്നത് മിസ്റ്റർ മൊഹാദ് മഠത്തിൽ. ഇരുവരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പൊന്നാടി അണിയിക്കാൻ വേണ്ടി ആരിഫ് പട്ടേലിനെയും മൊമെൻ്റോ നൽകാൻ വേണ്ടി മൊഹാദ് മഠത്തിലിനെയും ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നത് മുഹമ്മദ് അനീസ് താഷ്കൻ. അടുത്തതായി CBSE SSLC എക്സാം ഉന്നത മാർക്കോടുകൂടി വിജയിച്ച കുട്ടികൾക്കുള്ള അവാർഡാണ്. അതിന് CBSE എക്സാമിൻ്റെ അർഹനായിരിക്കുന്നത് മെഹാബ് താടിക്കാരൻ്റെ ഇവിടെ, SSLC സ്റ്റുഡൻറ്റ് സിയ നഹർ. ഇരുവരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നൽകുന്നത് നസീഫ് K. സിയ നെഹറിനുള്ള അവാർഡ് നൽകുന്നത് തൻസീർ K. രണ്ടുപേരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മെഹാബ് താടിക്കാരൻ്റെ ഇവിടെ CBSE എക്സാമിൽ ഉന്നതമായ മാർക്ക് നേടിയിരിക്കുന്നത് നൽകുന്നത് നസീഫ് K. സിയ നെഹർ SSLC എക്സാം നൽകുന്നത് തൻസീർ K.
അടുത്തതായി ടീം ലീഡേഴ്സിനുള്ള അവാർഡാണ്. 25 ടീം ലീഡേഴ്സിനെ 5 സ്ക്വാഡുകളാക്കി തിരിച്ച് 1 മുതൽ 5 വരെയുള്ള ടീം ലീഡേഴ്സിനെയാണ് ആദ്യമായി ക്ഷണിക്കുന്നത്. നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട അർഷാദ് AK ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ടീം 1 ഹാഷിഫ് കനിലകത്ത്, അബ്ദുസലാം CH, തായിഫ് K, ഫവാസ് ഓടൻ, ജസീൽ മഠത്തിൽ എന്നിവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പാച്ച് സൂചിപ്പിച്ചതുപോലെ 365 ദിവസവും നീർച്ചാലിയൻസ് UAEക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സ്പെഷ്യൽ സ്ക്വാഡാണ് നമ്മുടെ ടീം ലീഡേഴ്സ്. അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നൽകുന്നത് അർഷാദ് AK, നമ്മുടെ പരിപാടിയുടെ ഒരു സ്പോൺസർ കൂടിയാണ് അദ്ദേഹം. അടുത്ത ടീം മുഹമ്മദ് അനസ് K, ഹിജാസ് KT, ഫായിസ് C, നാസിം MP, അർഷിൽ M എന്നിവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നൽകുന്നത് ഇക്ബാൽ സാഹിബ്. ഇക്ബാൽ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നത് മുഹമ്മദ് അനസ് K, ഹിജാസ് KT, ഫായിസ് C, നാസിം MP, അർഷിൽ M. ടീം ലീഡേഴ്സ് നെക്സ്റ്റ് ബാച്ച് അബ്ദുൽ മനാഫ് CH, ഫർഹാൻ KK, സാബിത്ത് PP, സമീർ BT, അൻസീർ PK എന്നിവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നൽകുന്നത് മുനവ്വിർ. മുനവ്വിറിനെ നൽകാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നത് അബ്ദുൽ മനാഫ് CH, ഫർഹാൻ KK, സാബിത്ത് PP, സമീർ BT, അൻസീർ PK. നൽകുന്നത് മിസ്റ്റർ മുനവ്വിർ. അടുത്തതായി ഇക്ബാൽ സാഹിബിനെ ടീം ലീഡേഴ്സിനുള്ള അവാർഡ് നൽകാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നത് മുഹമ്മദ് അനസ് K, ഹിജാസ് KT, ഫായിസ് C, നാസിം MP, അർഷിൽ M. നൽകുന്നത് ബഹുമാനപ്പെട്ട ഇക്ബാൽ സാഹിബ്. അടുത്ത ടീം ലീഡേഴ്സ് ഹൈനാസ് പക്രുമാൻസ്, മുഹമ്മദ് ഫയാസ്, മുത്തക്കി മുഹമ്മദ്, നിജാസ് അബൂബക്കർ, മുആദ് മഠത്തിൽ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹൈനാസ് പക്രുമാൻസ്, മുഹമ്മദ് ഫയാസ്, മുത്തക്കി മുഹമ്മദ്, നിജാസ് അബൂബക്കർ, മുആദ് മഠത്തിൽ. നൽകുന്നത് സാജിദ് തായത്ത്. അദ്ദേഹത്തെയും ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ടീം ലീഡേഴ്സ് അബ്ദുൽ മനാഫ് CH, ഫർഹാൻ KK, സാബിത്ത് PP, സമീർ BT, അൻസീർ PK എന്നിവർക്ക് അവാർഡ് നൽകാൻ വേണ്ടി മുനവ്വിറിനെയും ഏറ്റുവാങ്ങാൻ ടീം ലീഡേഴ്സിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അവാർഡ് നൽകുന്നത് മുന്ന എന്നറിയപ്പെടുന്ന മുനവ്വിർ. ഏറ്റുവാങ്ങുന്നത് അബ്ദുൽ മനാഫ് CH, ഫർഹാൻ KK, സാബിത്ത് PP, സമീർ BT and അൻസീർ PK. നെക്സ്റ്റ് ടീം ലീഡേഴ്സ് ഹൈനാസ് ഫക്രുമാൻസ്, മുഹമ്മദ് ഫയാസ്, മുത്തക്കി മുഹമ്മദ്, നിജാസ് അബൂബക്കർ, മുആദ് മഠത്തിൽ. നൽകുന്നത് അഷ്റഫ് ഓടന്റെ വിടെ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നത് ഹൈനാസ് പക്രുമാൻസ്, മുഹമ്മദ് ഫയാസ്, മുത്തക്കി മുഹമ്മദ്, നിജാസ് അബൂബക്കർ, മുആദ് മഠത്തിൽ. നെക്സ്റ്റ് ടീം ലീഡേഴ്സ് സമീർ MK, സിജാർ താടിക്കാരൻ്റെ വിടെ, നസീഫ് K, തൻസീർ K, റാഷിദ് C. നൽകുന്നത് സെനൂബ് ഓടൻ്റെ വിടെ,
ഏറ്റുവാങ്ങുന്നത് സമീർ എം കെ, സിജാർ താടിക്കാരൻ്റെ അവിടെ, നസീഫ് കെ, തൻസീർ കെ, റാഷിദ് സി. നൽകാൻ വേണ്ടി ഷബീർ സാഹിബ് മഠത്തിലിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നത് സമീർ എം കെ, സിജാർ താടിക്കാരൻ്റെ അവിടെ, നസീഫ് കെ, തൻസീർ കെ, റാഷിദ് സി. നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഷബീർ മഠത്തിലിനെ ക്ഷണിക്കുന്നു. നൽകാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മുത്തക്കി മുഹമ്മദിനെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നത് സമീർ എം കെ, സിജാർ ടി കെ, നസീഫ് കെ, തൻസീർ കെ, റാഷിദ് സി. ടീം ലീഡേഴ്സിന് പുറമെ അവാർഡുകൾ ഏറ്റുവാങ്ങാത്ത, പേരുകൾ പറയപ്പെടാത്ത ഒട്ടനവധി പ്രവർത്തകർ നമ്മുടെ സംഗമത്തിൻ്റെയും നീർച്ചാലിയൻസ് UAEയുടെയും അണിയറയിൽ രാപ്പകൽ ഭേദമന്യേ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അവരോടുള്ള ഹൃദ്യമായ നന്ദി ഹൃദയത്തിൻ്റെ മാണിക്ക കൊട്ടാരത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നീർച്ചാലിയൻസ് UAE. സ്പെഷ്യൽ അപ്രീസിയേഷൻ അവാർഡ് സ്പെഷ്യൽ അപ്രീസിയേഷൻ അവാർഡ് മീഡിയ ചെയർമാൻ. കഴിഞ്ഞ 5 വർഷമായി നീർച്ചാലിയൻസ് UAEയുടെ പേര് വാനോളം ഉയർത്തുവാൻ വേണ്ടി പരിശ്രമിച്ച 5 വിശിഷ്ട വ്യക്തിത്വങ്ങളെ നീർച്ചാലിയൻസ് UAE ആദരിക്കുന്നു. അയാസ് തായത്തിന് അവാർഡ് നൽകുവാൻ വേണ്ടി ഷബീർ മഠത്തിലിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഷബീർ മഠത്തിന് പകരം നസീഫിനെ അവാർഡ് കൊടുക്കുവാൻ വേണ്ടി ക്ഷണിക്കുന്നു. അവാർഡ് ഏറ്റുവാങ്ങാൻ അയാസിനെയും. അടുത്തതായി നമ്മുടെ കായിക മത്സരങ്ങളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഹാരിസ് തായത്തിനെ അവാർഡ് കൊടുക്കുവാൻ വേണ്ടി സിജാർ താടിക്കാരൻ്റെ അവിടെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ നീർച്ചാലിയൻസിന്റെ പ്രവർത്തനം വാനോളം എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മീഡിയ വിങ്ങിന്റെ കോർഡിനേറ്റർ മിസ്റ്റർ ഫഹദിനെയും അവാർഡ് നൽകുന്നതിന് വേണ്ടി നിജാസ് അബൂബക്കറിനെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സമീർ എം കെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നീർച്ചാലിയന്റെ IT ടെക് മുബീൻ ഓഡനെ സ്പെഷ്യൽ അവാർഡ് നൽകി നീർച്ചാലിയൻസ് UAEയുടെ സ്നേഹസംഗമത്തിൽ ആദരിക്കുന്നു. അവാർഡ് ഏറ്റുവാങ്ങാൻ മുബീൻ ഓഡനെയും അവാർഡ് നൽകുന്നതിന് വേണ്ടി തായിഫിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ കായിക മത്സരങ്ങളിൽ ഉറഞ്ഞുതുള്ളിയ മാൻസൂർ താടിക്കാരനവിടനെ നീർച്ചാലിയൻസ് UAE സ്പെഷ്യൽ പുരസ്കാരം നൽകി ആദരിക്കുന്നു. അവാർഡ് ഏറ്റുവാങ്ങാൻ മാൻസൂർ താടിക്കാരനവിടെയും അവാർഡ് നൽകുന്നതിന് വേണ്ടി തായിഫിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ ആവേശോജ്വലമായി നീർച്ചാലിയൻസ് UAE സംഗമത്തിൻ്റെ പ്രൊമോഷണൽ പ്രോഗ്രാമായി സ്മൈൽ കോൺടെസ്റ്റ് നടന്നിരുന്നു. അതിൻ്റെ ജേതാക്കൾക്കുള്ള സ്വർണ്ണ നാണയ വിതരണമാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. സ്മൈൽ കോൺടെസ്റ്റിൻ്റെ ഫസ്റ്റ് വിന്നർ അർവാസിറിഷ്. കുട്ടിയെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കുട്ടിയുടെ രക്ഷിതാക്കളെയും ക്ഷണിക്കുന്നു. നൽകാൻ വേണ്ടി നീർച്ചാലിയൻസ് UAEയുടെ പ്രസിഡന്റ് ആരിഫ് അബൂബക്കർ സാഹിബിനെ ക്ഷണിക്കുന്നു. ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് 3 ഗ്രാം ഗോൾഡാണ്. അതിന് അർഹരായിരിക്കുന്നത് അർവാസിറിഷ്.
കുട്ടിയെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നൽകുന്നത് നീർച്ചാലിയൻ സുയയുടെ അഭിവന്ദ്യനായ പ്രസിഡന്റ് ആരിഫ് അബൂബക്കർ സാഹിബ്. Ada.